ഹായ് അത് മറന്നുപോയി. അമ്മ ഹായ് പറയാൻ മറന്നുപോയോ? അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ വെൽക്കം ബാക്ക് ടു പുളിമുട്ടായി. ഞങ്ങൾ പൂനെയിൽ വന്നിട്ട് 2 മാസത്തോളമായി. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അല്ലേ? അപ്പം നമ്മൾ അതിന് മുന്നോടിയായി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ടല്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് അനുഗ്രഹം മേടിച്ചു അയ്യപ്പസ്വാമിയുടെ. ധനൂരിയിൽ ഒരു അയ്യപ്പസ്വാമിയുടെ അമ്പലമുണ്ട്. അവിടെ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വേണ്ട പൂനെയിലേക്ക് ഇറങ്ങാൻ പോവാണ്. പൂനെയിലെ സാമ്പാറിലേക്കോ അല്ലേ? സാമ്പാറിലേക്ക് ചാടാൻ പോവാണ്. സാമ്പാർ എന്ന് പറയുമ്പോൾ സാമ്പാർ കറിയല്ല, സാമ്പാർ എന്ന് പറയുന്നൊരു കടയാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിടെ അത്യാവശ്യം, അതായത് നിങ്ങൾ പൂനെയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ കഴിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അവിടെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് പോയി നോക്കാം. അതെ, അമ്മയും പൂനെയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്ത് പോയി കഴിക്കാൻ പോകുന്നത്. 2 ദിവസമായിട്ടുള്ള വന്നിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നോക്കിയിട്ട് വന്നാലോ അമ്മേ? കിട്ടില്ല, രാവിലെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് പോയി നോക്കാം. ചലോ. ഇതാണ് നമ്മൾ പറഞ്ഞ പൂനെ വിമാൻ നഗറുള്ള വെജ് റെസ്റ്റോറൻറ്റ് സാമ്പാർ. പുസ്തക രൂപത്തിലുള്ള വളരെ വലിയ മെനു. അതിനകത്താണെങ്കിൽ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ഉണ്ട്. ചൈനീസും സൗത്ത് ഇന്ത്യൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. ഇവിടെയെല്ലാം സെൽഫ് സർവീസ് ആണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യുന്ന ദോശ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാക്കി തരും. ഞങ്ങൾ കടയിൽ വന്ന് കയറിയത് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ദോശ കിട്ടാൻ കുറച്ച് താമസിച്ചു കേട്ടോ. പക്ഷേ അതേ സമയത്ത് ഞങ്ങൾ ഓർഡർ ചെയ്ത മീൽസ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുത്തു തന്നു. അതുകൊണ്ട് ആദ്യം തന്നെ മീൽസുമായിട്ട് അവൾ നേരെ ടേബിളിലേക്ക് എത്തി. ദോശയ്ക്ക് വേണ്ടി ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവസാനം ദോശ കിട്ടിയത് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ആട്ടം. ഇത് സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ താലി അല്ലേ? സൗത്ത് ഇന്ത്യൻ താലി. അതിൽ എന്നാ കൊള്ളേ? 3 പൂരിയുണ്ട്. ഓക്കെ. പപ്പടം, ഒരു ബൗള് റൈസ്, ഓക്കെ. പിന്നെ പൊട്ടറ്റോ മെഴുക്കോട്ടി, പൊട്ടറ്റോയും കടലയും കൂടെ മിക്സ് ചെയ്ത മെഴുക്കോട്ടി, രസം, സാമ്പാർ, വെജ് കറി, ഇത് പായസം, തൈര്, ഒരു ചട്നി. അടിപൊളിയാണല്ലോ, ഭയങ്കര ഗ്രാൻഡാണല്ലേ. ഞാനൊരു റവ ദോശയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ അമ്മേ? അതിനാ സാധനം മനസ്സിലായില്ലല്ലേ? നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ചവ്വരി ഇല്ലേ? ചവ്വരി, ഇവിടെ സാബുദാന എന്ന് പറയും. സാബുദാന വട, അതുകൊണ്ടുണ്ടാക്കിയ വടയാണത്. അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിച്ചു നോക്കാം. പിന്നെ അമ്മയ്ക്കൊരു ചീസ് വട. ചീസ് വടയല്ല, ചീസ് ദോശ, ചീസ് മസാല ദോശ. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പാർ വലിയ നല്ലതായിരിക്കില്ല. ദോശയോ? അടിപൊളി. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇതേട്ടാ ഇങ്ങനെ പൊളിച്ചെടുക്കുക. ഇതുണ്ടോ? ഇത് പായസം കട്ടി പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമല്ലേ ഇത്? അതുപോലെ ഇതുണ്ട്, അത് കുറുകി നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ കൂടെ തരുന്ന തൈരാണ്. തൈരിൽ നമുക്കിങ്ങനെ മുക്കിയെടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ആദ്യമായിട്ട് കഴിക്കുന്ന കേട്ടോ. തൈരിന് മധുരമുണ്ട്. തൈരിന് മധുരമാണോ? തൈരിന് മധുരമുണ്ട്. വട ചുമ്മാ കഴിച്ചു നോക്കി. ഇത് ശരിക്കും ഒരു ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ കടിച്ചു കിടക്കുന്നത് അലുവ കഴിക്കുന്ന പോലെ. മറ്റേ ബ്ലക്ക് അങ്ങനെ ഒരു സെറ്റപ്പില്ല. പക്ഷേ ഇതിന് മധുരമില്ല, നല്ലതാണ്. അത് കൊള്ളാം. ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മളെ ഏറ്റവും കൂടുതൽ നേരം ക്യൂവിൽ നിർത്തിച്ചത് എൻ്റെ ഈ റവടയാണ്. ഇതിങ്ങനെ പൊടിഞ്ഞു പോകും കേട്ടോ. റവടയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നേരം ക്യൂവിൽ നിന്നത്. അപ്പോൾ അതും കൂടെ കഴിച്ച് നോക്കി അഭിപ്രായം പറയാം. ക്രിസ്പി എന്ന് പറഞ്ഞാൽ ക്രിസ്പി. അതുകൊണ്ട് അത്ര നേരം അവർ കല്ലിൽ ഇങ്ങനെ ഇട്ട് കുറേ നേരം വെച്ചു. ഉണ്ടാക്കിയത് കണ്ടായിരുന്നു. എത്ര നേരം ഇത് അവിടെ കിടന്നറിയാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ ദോശകൾ ഇവർ കൊടുത്തു. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കണ്ടില്ലേ, ഇതിങ്ങനെ പൊടിഞ്ഞ് വരും. സൂപ്പർ സാധനം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് റവ ദോശ. പിന്നെ മീൽസ് മാത്രം കഴിക്കാണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കടി. നമ്മുടെ സാബുദാന വട ഞാൻ ട്രൈ ചെയ്ത പോലെ നിനക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്നറിയാലോ? തൈരിൽ മുക്കുന്നില്ല. തൈരിൽ മുക്കണ്ട, തൈരിന് മധുരമാണ്. ജെല്ലി മുട്ടായി, അത് തന്നെ ജെല്ലി. അതാണ് ഞാൻ മറന്നുപോയ കാര്യം. ജെല്ലി മുട്ടായി പോലെ ഉണ്ടത്.
ഇനി ഇതിൻ്റെ സാബുദാനയുടെ ലഡുവും കൂടെ ഉണ്ട്. ആ ലഡുവും കൂടെ ഒരെണ്ണം മേടിച്ച് നോക്കണോ അമ്മേ? എന്താ സാമ്പാറിനെ പറ്റിയ അഭിപ്രായം? ആണോ? മധുരം ഇട്ടതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ അല്ലേ? കറികൾക്കും മധുരം ഉണ്ടല്ലേ ഡി? ആ പക്ഷെ മീൽസ് അതൊരു വലിയ ഗ്രാൻഡ് പരിപാടി തന്നെയല്ലേ? എനിക്ക് എന്താണെങ്കിലും ഇതിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. എൻ്റെ റവാദോശയ്ക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അടിപൊളിയായിരുന്നു. ഇല്ല മധുരം റവാദോശയ്ക്ക് മധുരം ഇല്ലല്ലോ. ഞാൻ സാമ്പാർ കൂട്ടുന്നില്ല. റവാദോശയും ഈ ചമ്മന്തിയും കൂടെ കൂട്ടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ സെറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിക്കുന്ന 12 മണി കഴിഞ്ഞിട്ടാട്ടോ. അമ്മ തോറ്റ് പിന്മാറി തുടങ്ങിയിരിക്കുകയാണ്. അടുത്തമ്മേ കഴിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം. അമ്മയ്ക്ക് തീർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബ്രഞ്ചായി എന്താണെങ്കിലും. ദോശയിൽ തോറ്റ് പിന്മാറിയിട്ട് അമ്മ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എന്നാ വേണ്ട ടേസ്റ്റ്? കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് വന്നോ? വെറൈറ്റി പായസം. ആ അതിനൊരു കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ആ പായസത്തിന്. നീ കഴിച്ചു നോക്കുന്നില്ലേ? പായസമാ? ആ നല്ല മധുരമുണ്ട്. എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് കർപ്പൂരത്തിന്റെ പരിപ്പാന്ന് തോന്നുന്നല്ലേ? പരിപ്പ് പായസം കുഴപ്പമില്ല. വെറൈറ്റി എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ലാത്തൊരു ടേസ്റ്റ്. അങ്ങനെ ഞങ്ങളെ ബ്രഞ്ച് കഴിച്ചു കഴിഞ്ഞു. മൊത്തത്തിൽ മധുരം ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് എല്ലാവരും പറഞ്ഞത് അല്ലേ? മധുരം കൂടുതലാണ്. ഒരുപാട് ഇഷ്ടപ്പെടും. എങ്ങനെയാണെങ്കിലും പൂനെയിൽ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂനെയുടെ വിമാൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സാമ്പാർ എന്നുള്ള കടയുള്ളത്. സെൽഫ് സർവീസ് ആണ്. അകത്ത് ഭയങ്കര ശബ്ദമായതുകൊണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം ഒന്ന് അങ്ങനെ നമ്മൾ ഇത് പറഞ്ഞെടുക്കാൻ പറ്റാത്തത്. ഇടയ്ക്ക് നമ്മൾ ഓഡിയോ കൊടുത്ത് അതിനു വേണ്ടിയാണ്. അതെ, അതും ഭയങ്കര ചൂടാണ്. പുറത്തിപ്പോൾ ഭയങ്കര ചൂടാണ്. സമയം തന്നെ 12:30 അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബ്രഞ്ച് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് പുളിമുട്ടായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, അപ്പം മറക്കല്ലേ, അത് തന്നെ മറക്കല്ലേ. അപ്പം ബൈ ബൈ. ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ. പുളിമുട്ടായി.